ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദളപതിയുടെ ജനനായകൻ സിനിമയെ പറ്റിയാണ്. ജനനായകൻ ദളപതിയുടെ അവസാനത്തെ സിനിമയാണെന്ന് പുള്ളി തന്നെ കൺഫേം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരുമോ, വീണ്ടും പടങ്ങൾ ചെയ്യുമോ എന്നൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. ജനുവരി 9-നായിരുന്നു ജനനായകൻ റിലീസിന് എത്തേണ്ടിയിരുന്നത്. പക്ഷേ പടത്തിൽ അൾട്ടിമേറ്റ് വയലൻസ് കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ജാതിമത വർഗീയ സംഭാഷണങ്ങളും രക്തം ചിന്തുന്ന ആക്ഷൻ സീക്വൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് അന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നത്. അത് കഴിഞ്ഞതാ ഇപ്പോൾ വരെ ഏതാണ്ട് 3 മാസത്തോളമായി. ഈ സമയം വരെ അവർ സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർ കൊടുത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരി ഒതുങ്ങി റിലീസിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായതായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് ജനനായകൻ സിനിമയ്ക്ക് ഒരു 8-16 വലിയൊരു പണി കിട്ടി. കിട്ടിയതല്ല, ആരൊക്കെയോ ചേർന്ന് കൊടുത്തതാണ്. പടം ലീക്കായി. ജനനായകൻ സിനിമയിലെ 40 മിനിറ്റോളം വരുന്ന സീക്വൻസുകൾ 8 ഭാഗങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റ് വൈറൽ പ്ലാറ്റ്ഫോമുകളിലും ലീക്കായി. ഇതിൽ 2 സോങ്, ക്ലൈമാക്സ്, ഇൻട്രോ, ഇൻ്റർവെൽ, അങ്ങനെ പടത്തിൻ്റെ മേജർ സീക്വൻസ് എല്ലാം ഉണ്ടായിരുന്നു. സംഗതി ഇതൊന്നുമല്ല, പടം മുഴുവനായി തന്നെ ലീക്കായതാണ്. ഇതിനോടകം തന്നെ ജനനായകൻ HD പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തവരും കണ്ടവരും കാണാൻ പോകുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്തായാലും ഇതൊരു വലിയ ഷോക്കിംഗ് ന്യൂസാണ്. സംഭവം ലീക്കായതോടെ ടെലിഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകാൻ തുടങ്ങി. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ 10,000 കണക്കിന് വ്യൂസാണ് ചില വീഡിയോകൾക്ക് കിട്ടിയത്. ഇപ്പോഴും സംഭവം എക്സിൽ ഭയങ്കര വൈറലാണ്. കണ്ടവരോ കണ്ടു, ഇത് കാണാത്തവരെ വിളിച്ച് കാണിക്കുന്നവരും ഉണ്ട്. അതങ്ങനെ കുറയണം. ഇത് ചെയ്തത് ആരായാലും എന്തായാലും എന്തിനു വേണ്ടിയാണെങ്കിലും ഇതിലും വലിയൊരു പണിയൊന്നും ഈ പടത്തിന് ഇനി കിട്ടാനില്ല. കാര്യം ഇത് സാധാരണ ഒരു ലീക്കല്ല, ചെറിയ ക്ലിപ്പുകൾ, സീനുകൾ എന്ന ലെവലിലല്ല, മറിച്ച് പടം ഫുള്ളോടെ ലീക്കായി. ഇനി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി കൺഫേം ആയ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പ്രശ്നവും. അന്ന് തൊട്ട് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വേട്ടമൃഗം ഇങ്ങേരാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്നത് ഇങ്ങേരെ മാത്രമല്ല. കാര്യം TVKയുടെ രാഷ്ട്രീയ പരിപാടിയിൽ കരൂരിൽ വെച്ച് അത്രയും ആളുകൾ മരണപ്പെട്ടു. 40-ലധികം ആളുകൾ അന്ന് ആ ട്രാജഡിയിൽ പെട്ടു. സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടും അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് ആ സ്ഥലത്തിനില്ലാത്തത് കൊണ്ടുമാണ് അത്രയും പേർക്ക് ജീവൻ നഷ്ടമായത്. സെക്യൂരിറ്റി ഫോഴ്സിന് വിട്ടു നൽകിയില്ലെങ്കിൽ ആ പരിപാടി മാറ്റിവെക്കണമായിരുന്നു, അല്ലെങ്കിൽ അതിന് പറ്റിയ മറ്റൊരു വലിയ സ്ഥലം കണ്ടെത്തണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില മിസ്റ്റേക്കുകളിൽ ഒന്നാണ്. വിജയ് പൊളിറ്റിക്സിൽ ഇറങ്ങിയതുകൊണ്ട് അങ്ങേരെ സപ്പോർട്ട് ചെയ്ത 40ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഇതുപോലെ തന്നെയാണ് ഈ പടത്തിൻ്റെ കാര്യവും. രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയനെ വെച്ച് പടം എടുത്തതുകൊണ്ട് KVN പ്രൊഡക്ഷൻ ഉണ്ടായ നഷ്ടം വളരെ വലുതാണ്. 80-85 കോടിയോളമാണ് ജനനായകൻ സിനിമയുടെ ബഡ്ജറ്റായി പറയുന്നത്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്ത് പടം റിലീസായാലും മുടക്കുമുതൽ തിരിച്ചു കിട്ടുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. അപ്പോൾ ഇതൊക്കെ വിജയണ്ണൻ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു. ഒരു നേതാവെന്ന് പറയുമ്പോൾ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, തനിക്ക് ചുറ്റുമുള്ളവരുടെ കാര്യം കൂടി നോക്കണം. അത് സിനിമയിലായാലും ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലാണെങ്കിലും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവി ടീം സ്ട്രിക്ട്ലി ആക്ഷൻ നടപടികളൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞു. ലീക്കായ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ നിന്നും കണ്ടൻറ്റ് റിമൂവ് ചെയ്യുക, ലീഗൽ ആക്ഷൻ എടുക്കുക, ഈ നടപടികളൊക്കെ ഇതിനോടകം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞേക്കാം. എന്തായാലും പടം ലീക്കായി. പടം കണ്ടവരും ഡൗൺലോഡ് ചെയ്തവരും കാണാൻ പോകുന്നവരൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അത് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. കാര്യം ഒരു സിനിമ എന്നത് അതിൽ അഭിനയിച്ച നായകൻ്റെ മാത്രമല്ല, മറിച്ച് ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അത് നിങ്ങൾ മാനിക്കുക. പിന്നെ ദളപതിയുടെ ലാസ്റ്റ് പടം ആയതുകൊണ്ട് എനിക്കൊത്തിരി വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ദളപതിയുടെ ലാസ്റ്റ് ഫെയർവെൽ പടമൊക്കെ നമുക്ക് 2 വർഷത്തിന് മുന്നേ കിട്ടി.